ഹലോ, വെൽക്കം ടു സ്നേഹ ടേസ്റ്റ് റീൽസ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ആലു പൊറോട്ട ഉണ്ടാക്കിയാലോ? നോർമൽ ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് ഇതൊരു വെറൈറ്റി ഐറ്റം ആണ്. വേറെ ഒരു എക്സ്ട്രാ കറിയും വേണ്ടാത്ത സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ടയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ച് വെക്കാം. ചപ്പാത്തി കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നോർമലായിട്ട് തന്നെ നമ്മൾ ഗോതമ്പൊടി ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് സാധാ പോലെ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിൽ ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ഓൺ ചെയ്യുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെക്കാം. ഈ കുഴച്ച് വെച്ച മാവ് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം. വലിപ്പം അനുസരിച്ച് 3-4 കിഴങ്ങെടുക്കാം. ഞാനിവിടെ മസാലയ്ക്കായിട്ട് 3 കിഴങ്ങാണ് എടുക്കുന്നത്. വേവിച്ച കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞ് എടുത്ത് വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി മല്ലിയിലയും കൂടെ അരിഞ്ഞു വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ ഒന്ന് നന്നായി വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു കളർ ചേഞ്ച് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്നു വന്നതിലേക്ക് നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ച കിഴങ്ങും കൂടി ഇതിനകത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. തവി കൊണ്ട് തന്നെ നമുക്ക് ആ കിഴങ്ങ് 3 എണ്ണവും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ആ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം മിക്സായി വരുമ്പോഴേക്കും നമുക്കിങ്ങനെ കിട്ടും. ഇതിൽ നമുക്കിനി ഉപ്പിൻ്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ചപ്പാത്തി മാവിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ആദ്യം തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഈ കാണുന്ന പോലെ ചെറുതായിട്ട്, ഒരുപാട് വലിപ്പത്തിലല്ല, ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി നടുക്ക് നമുക്ക് ആ മസാല വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നടുക്ക് തന്നെ മസാല വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റൗണ്ടാക്കി എടുക്കണം. മാവ് എടുക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ മസാലയോടെ വെക്കുമ്പോഴത്തേന് പൊട്ടിപ്പോകും. ഇതെല്ലാം റൗണ്ടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. മസാല പുറത്ത് വരാതെ നമുക്ക് പെയ്യെ ഒന്ന് പരത്തിയെടുക്കാം. ഇതെല്ലാം മസാല വെച്ചെന്ന് പറഞ്ഞ് പാടൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. സൂപ്പർ ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് പരത്തുകയാണെങ്കിൽ ആ മസാല പുറത്ത് വരാതെ തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇത് തവയിലിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ചപ്പാത്തി ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചു പോകുന്ന ടേസ്റ്റാണിത്. നന്നായിട്ട് പൊള്ളി വന്നതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് കുറച്ച് നെയ്യൂടെ തേച്ച് കൊടുക്കാം. നെയ്യൂടെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല മയമായിരിക്കും ചപ്പാത്തിക്ക്. നല്ല സോഫ്റ്റും നല്ല മയമായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിക്കാത്തവർ എന്തായാലും ഒരു വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കണേ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ല്. ആ മസാല മാത്രം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒരു കറിയില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. നമ്മുടെ ആലു പൊറോട്ടയുടെ കൂടെ കട്ട തൈരും കുറച്ച് സവാളയും കൂടെ ചേർത്ത് വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മസാലയും കൂടെ വെക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണേ.
ചൂടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ആരും മിസ്സാക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്